മക്കളെ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ ഒരടിവയറ്റിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലർക്ക് അലർജി രോഗങ്ങളുണ്ട്, ചിലർക്ക് സോറിയാസിൻ്റെ രോഗങ്ങളുണ്ട്. തലതൊട്ട് കൈതൊട്ടെല്ലാം ഉളച്ചു വരിക, തൊലി പൊളിഞ്ഞു വരിക. അവരെല്ലാവരും ഈ സമയത്ത് കൈകൾ അച്ഛനെപ്പോലെ വിടർത്തിക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലർക്ക് മൂക്കടഞ്ഞു പോയവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ചിലർക്ക് മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, ശരീരത്തിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൽ കുരുക്കളുണ്ടാകുന്നവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നവരുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവ് ദ്രവിച്ചു പോയവർ, ബ്ലോക്കായി പോയവരുണ്ട്, കരളെ വീക്കമുണ്ടായവരുണ്ട്, മഹോദ രോഗികളുണ്ട്, ശ്വാസകോശ രോഗികളുണ്ട്, ശ്വാസകോശത്തെ പ്രഷറില്ലാത്തവരുണ്ട്, പ്രഷർ കൂടിപ്പോയവരുണ്ട്. കർത്താവ്, ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കുറേയധികം പ്രാരാബ്ദങ്ങൾ ശ്വാസമുട്ടലുള്ളവരുണ്ട്. കർത്താവ്, എപ്പോഴും വിട്ടുമാറാ തലവേനും മൈഗ്രെയിനുള്ളവരുണ്ട്, ചെവിക്ക് മുളക്കം മൂടിയിരിക്കുന്നവരുണ്ട്. കർത്താവ്, എപ്പോഴും ചുഴിഞ്ഞു കുത്ത് വേദനിക്കുന്നവർ, കണ്ണിന് കരിപ്പുള്ളവർ, കർത്താവ്, കണ്ണിന് കുരുക്കുള്ളവർ, തിമിരമുള്ളവർ, കൈക്ക് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത്. ഉള്ളം കാല് മുതൽ ഉള്ള ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ജീവനുടെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിൽ സത്യം പ്രാപിക്കട്ടെ. സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണേ, സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കർത്താവിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യം ഉണ്ടാവണേ. നാക്ക് വിണ്ടുപോയവർ, നാക്ക് കുറുനാക്ക് പോലെ വന്നവർ, നാക്ക് കൊണ്ട് തളർന്നു പോയവർ, അവരൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ കണ്ണിന് വിഷമമുള്ളവരെ, വിങ്ങലുള്ളവരെ, എൻ്റെ ഇടത് കണ്ണിന് വീക്കമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. എന്തൊക്കെ ഇങ്ങനെ കയ്യിലിരുന്നുകൊണ്ട് പൊള്ളി ചൊള്ളച്ചു വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണേ, സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കഴിയും കാര്യം കളറ് മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വെരിക്കോസ് രോഗികളുണ്ട്. അവരൊക്കെ സമർപ്പിക്കുന്ന സമയമാണ്. കശേരികൾ വിട്ടുപോകുന്നതിൻ്റെ പേരിൽ വിങ്ങിയിരിക്കുന്നവർ, നടക്കാനും ഇരിക്കാനും നിവർക്കാനും പറ്റാത്തവരുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ ഇത് അമ്മ നിങ്ങളെ സുഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഇന്ദു എന്ന് പറഞ്ഞൊരു മോള് പൂഞ്ഞാറിൽ നിന്ന് കിടന്ന് വന്നതാണ്. ഇവിടെ കിടന്ന് നിങ്ങളെ സാക്ഷ്യം കാഴ്ച കാണുമായിരിക്കും. വേദന കൊണ്ട് പൊളഞ്ഞ് 1.5 കൊല്ലമായിട്ട് വാഹനം ഇടിച്ച് തെറിച്ച് വീണതിന് ശേഷം കിടന്നു പോയതാണ്. അപ്പോൾ അവർ മരിക്കാൻ തീരുമാനിച്ചു, എലിവിഷം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ അത് എലിവിഷം കഴിച്ച ചാകുന്ന എലിയെ അവൾ കണ്ടെന്നാണ് പറയണത്. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ചത്തത്. അതിനത് കഴിക്കാൻ പേടിയായിരുന്നു. കാര്യം അവളുടെ വേദന കൂടി അവൾ വീണ് കിടപ്പായി കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോയി സഹായിക്കാൻ അവരാരും ഇല്ലായിരുന്നു.
അവൾക്ക് ഇത്തിരി ഭക്ഷണം കിട്ടാനോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. കിടന്നുപോയി, കിടപ്പായിപ്പോയി. ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി. അത് കാരണം അവളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അങ്ങേരും പോയി. അപ്പോൾ ഞാൻ ഓർക്കണേ, അവളെ കൊണ്ടുവന്ന് ഡ്രൈവറാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവരാനുള്ള, എന്നെ ആരും കൊണ്ടുവരാനുള്ള പരുവം വീട്ടിൽ ഇല്ലെന്നാണ് പറയണം അവൾ. അവസാനം ഞാൻ വിളിച്ച ഡ്രൈവറാണ് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് വണ്ടി പാലത്തേക്ക് കയറുമ്പോൾ ഞാൻ ആപ്പാടെ എൻ്റെ ജീവൻ പോകുന്നു. എന്നാൽ തിരിച്ചു പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വേദന കടിച്ചമർത്തിയാലും ശരി അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞ് കാരക്കിടന്ന്. അങ്ങനെ പിന്നെ പാലായിൽ നിന്ന് ഇവിടെ കാരക്കിടന്നാണ് വരണത്. അത്ര കണ്ട് വേദനയാണ്. ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് കാർ ഇവിടെ എൻ്റെ വാതിക്ക് നിർത്തും. അത് ഡ്രൈവർ ആളെ പിടിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞ് പിടിച്ച് നിന്നോളാം, ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് കാറിട്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന അയാൾ ഇവളെ പിടിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഉടമ്പടി പത്രം മേടിച്ചു. പിന്നെ പതുക്കെ നടന്ന് അവൾ പറയണത്, പിന്നെ ഞാൻ ഈ സ്റ്റെയർ കേസ് കയറി, പിന്നെ ഞാൻ 2ാമത്തെ നിലയിൽ പോയി, ഞാൻ കൗൺസിൽ എടുത്ത് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എനിക്ക് കുട എനിക്ക് കിട്ടി. ഞാൻ അമ്മയ്ക്ക് കുടയും പിടിച്ചുകൊണ്ട് വന്ന്. ആദ്യമായിട്ടാണ് ഞാൻ 6 കിലോ ഭാരം എടുക്കണമെന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എവിടെ വെച്ചാണ് അമ്മേൻ്റെ വേദന ഏറ്റെടുത്തതെന്ന് എനിക്കറിയത്തില്ലെന്ന്. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയെന്ന്. ഇത്രയും സ്പീഡാണ് ഈ വിഷയം. ഇതൊക്കെ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്തൊക്കെ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിതിങ്ങനെ പറഞ്ഞത് ഈ ആഴ്ച സംഭവിച്ച കാര്യങ്ങളാണ്. എന്ത് സംഭവിച്ചാൽ നിങ്ങളെ എന്തിനാണ് ഇതിൻ്റെ ഇരട്ടി ഇത്, ഈ വിശ്വാസം ഏറ്റവും അവസാനം കിട്ടിയ ആൾക്കാർ കാണിക്കുന്ന വിശ്വാസ സമർപ്പണങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഇരട്ടി വിശ്വസിച്ചാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം എപ്പോഴും അറിയാമല്ലോ, ദൈവം ആരാണ് സത്യവും നീതിയും വിശ്വസ്തതയും കാണിക്കണത്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് വിശുദ്ധീകരണം ഉണ്ടാകണം, അത് കഴിഞ്ഞ് ശക്തീകരണം ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇടിവെട്ട് പ്രേക്ഷിതനായി ഞാൻ മാറുമെന്നുള്ള ഒരു തീരുമാനത്തെ എടുത്ത് ഇത് നടപ്പിൽ വരുത്തണം. ശ്രദ്ധിക്കട്ടെ. അത് ദൈവം ഇങ്ങനെ എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവം. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് പ്രയോഗവിധികൾ വരണത്. പ്രയോഗവിധികൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രയോഗവിധികളില്ല. പ്രയോഗവിധികളെന്ന് പറയുന്നത് സഭയിൽ കുറവാണ്. സഭയിൽ ഉണ്ടായിരുന്ന പ്രയോഗവിധികൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പെസകാവ് വലിയ ശനിയാഴ്ച നമുക്ക് പണ്ട് ആനാമ്പെള്ളം തരത്തില്ല, പുത്തൻവെള്ളം തരികയില്ലേ. ഇപ്പോൾ പുത്തൻവെള്ളം ആൾക്കാർ ഉപയോഗിക്കണില്ലല്ലോ അധികം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗവിധികളെക്കുറിച്ച് പിന്നീട് വന്ന അച്ഛന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാതെ വന്ന്. പുത്തൻവെള്ളത്തിൻ്റെ ഗുണമെന്ന് പണ്ടൊരു കുരുത്തോലയും കെട്ടി കുത്തവെള്ളം തളിച്ചാൽ അവിടെ നിൽക്കുക, അത് വിശ്വാസമായാലും. കാര്യം എന്താണ്? നമ്മുടെ അപ്പന്മാർക്ക് അറിയാമായിരുന്നു വിശ്വാസ പ്രമാണത്തിൻ്റെ പവർ എന്താണെന്ന്, പുത്തൻവെള്ളം എന്താണെന്ന് അറിയാമായിരുന്നു. പിന്നീട് വന്ന ഈ തിയോളജിയും ബൈബിളൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഈ പുസ്തകത്തിലുള്ള പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല. മിക്കവാറും പുല്ല് തിന്നുന്ന പശു ചത്തുപോയി. കാര്യം പാരമ്പര്യം അറിയത്തില്ല. സഭയെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു മരുന്നെടുത്താൽ പോലും അമ്മമാർ വിശ്വപ്രമാണം ചൊല്ലി 3 കുരിശിനകത്തിടും. ഇപ്പോഴത്തെ അമ്മമാരിടുവാന്ന് നമുക്കറിയത്തില്ല. പഴയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നല്ല കാര്യം, കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പുറത്ത് കുരിശിട്ടിട്ട് മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ. കാര്യം അത് പാരമ്പര്യമാണ്. അത് അനുഷ്ഠിച്ചിരുന്ന ഒരു കാലവും
ആ ഒരു തലമുറയൊക്കെ മണ്ണടിഞ്ഞു പോയി. സഭയുടെ അകത്തും പുറത്തും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പാരമ്പര്യം, ആവശ്യമില്ലാത്ത പാരമ്പര്യത്തെക്കുറിച്ച് കോയ്മ നടിക്കാൻ വേണ്ടി കൊട്ടിഘോഷിക്കണമെന്നല്ലാതെ ദൈവികമായ അനുഭവ വിശ്വാസ തലങ്ങളെ കൈമാറുന്ന പാരമ്പര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് സമുദായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള കൊട്ടിഘോഷങ്ങൾ ആണിപ്പോൾ നടക്കുന്നത്. മറിച്ച് വേണ്ടത് വിശ്വാസ പാരമ്പര്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ആ ഒരു തലമുറ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗവിധികളുടെ ഒരു കാലമായിരുന്നു. എന്തും ദൈവത്തെ പ്രയോഗിക്കും. പുത്തൻ വെള്ളമാണെങ്കിലും എന്ത് വിഷയമായാലും അതുകൊണ്ട് തളിക്കും. അതാണ് പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടി വന്നപ്പോൾ വീണ്ടും പ്രയോഗവിധികൾ തിരിച്ചു വന്ന്, ഉപ്പ്, ഉടമ്പടി തൈലം, അല്ലേ, ഉടമ്പടി കാശ്രൂപം, എന്തെല്ലാം പ്രയോഗവിധികളാണ്. അത് വിശ്വാസത്തിൻ്റെ തന്നെ വേറൊരു എക്സ്പ്രഷനാണ്. അത് പ്രയോഗവിധികളെന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം, മൂന്നാമത്തത് പ്രയോഗം. അപ്പോൾ ഉടമ്പടിയിൽ ഇതെല്ലാം സമൃദ്ധമായി. അതാണ് ഉടമ്പടി സമ്പൂർണമായ ഒരു ആധ്യാത്മിക ജീവിത രീതിയായിട്ട് ഉയർന്നു വരുന്നതിൻ്റെ കാരണം. വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്ന് പറയുമ്പോൾ അവരുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സാക്ഷ്യം. നിഷ രാജ എന്നും പറഞ്ഞ് അവർ ഗുജറാത്തിൽ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. രാജ അഗസ്റ്റിൻ, നിഷ രാജ, ഇവർ ഗുജറാത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട്. അപ്പം ഇവർ അവസാനത്തെ ചികിത്സ അമൃതയിലാണ്. അമൃതയിലെ ചികിത്സയും കഴിഞ്ഞിട്ട് അമൃത ഇവർക്ക് അതുകൊണ്ട് ശരിയാകഴിഞ്ഞിട്ട് അഹമ്മദാബാദിലെ ഏറ്റവും ടോപ്പ് ആശുപത്രിയിലെ 1ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ പോവും. അത് അമൃതയിൽ നിന്ന് ഇവരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണതാണ്. അഹമ്മദാബാദിലെ 1ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവരിവരെ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ അവരുടെ ഈ 20ാമത്തെ കൊല്ലം അങ്ങേരുടെ ചികിത്സയായിട്ട് ഇവിടെ മക്കളില്ല. പിന്നെ അവർ ചികിത്സ നിർത്തുമ്പോൾ എന്താണ്, 22 ഡോക്ടർമാരുടെ ഫയലാണ് ഇരിക്കണ കയ്യിൽ. ഇത്രയും നാളിനുള്ളിൽ ഇതിനുള്ളിൽ ഒരു പ്രാവശ്യം കുഞ്ഞിനെ 9 മാസം കുഞ്ഞിനെ 9 മാസമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് വരിക. പക്ഷേ ചത്ത് കിടക്കിയിരുന്നു കൊച്ച്, ചത്താണ് പ്രസവിച്ചത്. പിന്നെ മിസ്കാരേജ് ഉണ്ടായി. 6 പ്രാവശ്യം അബോർഷനായി. കുഞ്ഞുണ്ടാവും, 1ാം മാസമോ 2ാം മാസമോ അബോർട്ടായി പോകും. പിന്നെ IVF, അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് മുടക്കണത് ഇങ്ങനെ. എന്നിട്ട് എന്തോ ഒരു അഷ്ടകാലം ആശുപത്രി കിടപ്പാണ് ഒരു കുഞ്ഞിന് വേണ്ടി. എത്ര കാലത്തെ ആശുപത്രി കിടപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരിതിനു വേണ്ടി മുടക്കണത്. മുടക്കി 22 ഡോക്ടേഴ്സിൻ്റെ ഫയലാണ് അവിടെ കയ്യിലിരിക്കുന്നത്. ഒരു പെട്ടി ഫയലാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരു വൈദ്യശാസ്ത്രം മുടക്കിയിരിക്കുന്നത്. ഒടുവിലെല്ലാം പരാജയപ്പെട്ട് ഒടുവിൽ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കണത്, ഒരു ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അവിടെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്, ഇവിടെ വരുമ്പോൾ, മക്കളില്ലാത്തവർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്ത് പോകണമെങ്കിൽ കൃപാസനത്തിൽ അമ്മ തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ചെയ്യണത്. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സ്പർശം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പം അതെല്ലാം ബ്ലോക്ക് ചെയ്താൽ പറയും, വരാനുള്ള തകർച്ചകളെ വരെ ബ്ലോക്ക് ചെയ്താൽ പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്കൊരു പ്രാർത്ഥനയുണ്ട്. മക്കളില്ലാത്തവർ പ്രാർത്ഥന, നിങ്ങളുടെ രക്തത്തിൽ പറയുന്ന കുഞ്ഞുമായി കൃപാസനം അൾത്താറെ
എൻ്റെ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയായ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി നിൻ്റെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുവദിക്കട്ടെ. അതാണ് പ്രാർത്ഥന. അതെല്ലാവർക്കും കൊടുക്കണം. അത് ഞാൻ എഴുതിയുണ്ടാക്കിയത് ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതല്ല. അതിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് തരുമോ ഓരോ പ്രാർത്ഥനകൾ. അതിപ്പോൾ അതെല്ലാം ഓരോ പ്രാർത്ഥനയായിരിക്കും. അതൊന്നും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രാർത്ഥന അല്ലത്. അൾത്താരയിൽ അഭിഷേക വിധി പ്രകാരം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേക പ്രാർത്ഥന. പക്ഷേ അത് ഇവർക്ക് അഭിഷേകമായി. ഈ നിഷരാജ എന്ന് പറഞ്ഞ ലേഡിക്ക് 20 വർഷത്തെ ഈ പ്രസവയാത്ര ഗർഭം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഈ രക്തസാക്ഷിത്വ യാത്രയിൽ അവസാനം കിട്ടിയ ഈ പ്രാർത്ഥന അവർക്ക് അഭിഷേകമായി. അറിവാണ് നമുക്കെല്ലാവരും കിട്ടുന്നത്. അത് അഭിഷേക വിധിയിലേക്ക് ചെല്ലുമ്പോൾ ആന്തരിക ബോധ്യം കിട്ടും. അറിവിന് ഭൗതിക ബോധ്യമേ കിട്ടത്തുള്ളൂ. അഭിഷേകത്തിന് ആന്തരിക ബോധ്യം കിട്ടും. അപ്പം നിഷാരാജയ്ക്ക് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി നിൻ്റെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ പുരോഹിത വിധി പ്രകാരമുള്ള പ്രാർത്ഥനയിൽ ഇവക്ക് അഭിഷേകമായി. അവളെന്ത് ചെയ്യുന്നറിയാവോ? ഇനി നോക്കണ്ട, ഇനി കുഞ്ഞിനെ കിട്ടിയത് തന്നെ. അമ്മ ഈ ആൾക്കാരെ നിനക്ക് കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ള തിരിയും മേടിച്ചുകൊണ്ടാണ് ഇവൾ ഇവിടുന്ന് പോണത്. എറണാകുളത്ത് പോയി ജ്ഞാനസ്ഥാനത്തിന് സെറ്റുണ്ടല്ലോ, അതാണ് ആ വിശ്വാസത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇത് അഭിഷേകമായി കഴിയുമ്പോൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വണ്ടി പിന്നെ ഗുജറാത്തിലേക്ക് പോണത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ടാണ് പോണത്. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞെന്ന് അവൾ ബോധ്യപ്പെട്ട് ഈ ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരി അതിനകത്ത് ഹൈലൈറ്റ് അതാണ്. ഇപ്പോൾ മഴ വരാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു സംഭവമില്ല. മഴ വരാൻ വേണ്ടി എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഒരു 5 വയസ്സുള്ള കുഞ്ഞ് കുടയും കൊണ്ടുപോയെന്ന്. എന്താണ് മറ്റു മഴ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. പക്ഷെ മഴ വരുമോ ഇല്ലയെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ കൊച്ചിന് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിച്ചത് മഴ വരാനല്ലേ, അപ്പം മഴ വരുമല്ല, അപ്പം കുട വേണ്ടേ. അതുപോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? നിൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ഇവർക്ക് അഭിഷേകമായി. അവരെന്ത് ചെയ്ത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ട് പള്ളി കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൂക്കൾ ചുറ്റിയ തിരിയില്ലേ, നീണ്ടത്തില്ല, അത്രയും വലിയ തിരി, ജ്ഞാനസ്ഥാനത്തിരി, അതും മേടിച്ചുകൊണ്ട് ഇവർ പോയി. അവന് ട്രെയിനിങ് വളരെ കുറവായി, ട്രെയിനിങ് ഇല്ലായതുകൊണ്ട് ആ മാഡം പറഞ്ഞ് നിനക്ക് നല്ല ജോലി കിട്ടേണ്ടതാണ്, പക്ഷേ ട്രെയിനിങ് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് വേറെ ഇനിയിപ്പോൾ ഇതിന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ മതി. അപ്പോൾ അങ്ങനെ ആ ജോലി കിട്ടി. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി തിരിച്ച് ഇവിടെ വരികയും ഞാനിവിടെ കഴിഞ്ഞ നവംബർ 29 മോൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ഡിസംബർ 3 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ മോനൊരു ജോലിയുടെ വഴി തെളിഞ്ഞു തന്ന അമ്മയ്ക്ക് ഒരാരും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അപ്രകാരം ആ ഇൻ്റർവ്യൂ അവന് 5 മാസം കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് പോയത്. കഴിഞ്ഞ മാസം 26 പോയത്. അതിനുള്ളിൽ അവൻ ചെറിയൊരു വർക്ക് എറണാകുളത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസൈൻ ഞാൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ മാർച്ച് 30 പോയപ്പോഴേക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി. ഒരു ബുള്ളറ്റ് വന്ന് മോൻ്റെ കാലിനിട്ട് ഇടിച്ചു. പക്ഷേ 2 ബൈക്കുകൾക്കും നല്ല പരിക്കുണ്ടായെങ്കിലും എൻ്റെ മോൻ്റെ കാലിന് ചെറിയൊരു പോറൽ മാത്രം, ഒരു തൊലി പോലും പൊട്ടാൻ മാതാവോ ഈശോയെ അനുഗ്രഹിച്ച് സമ്മതിച്ചില്ല. അപ്പോൾ തിരിച്ച് അവൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞങ്ങളെ അറിയിച്ചില്ല. അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ. അപ്പോൾ അവൻ വീണത് സ്ഥലത്ത് തന്നെ ഈശോയുടെയും മാതാവിൻ്റെയും കരുത്തിലാണ് വീണതെന്ന് ഞാൻ കരുതുന്നു. കാരണം അവിടെ നിന്ന ആളുകൾ അപ്പോൾ തന്നെ വാരിയെടുത്ത് അവനെ ഒരു കസേരയിലെത്തി പെട്ടെന്ന് ആംബുലൻസ് വരുത്തി അവർ തന്നെ പെട്ടെന്ന് ആശുപത്രി എത്തിക്കുകയും പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്നുള്ളതിൽ മകനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ
പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നോർമലായി. ഇപ്പോൾ കാല് കുത്താൻ പറ്റാഞ്ഞുകൊണ്ട് ഒരു അസ്ഥി വിഭാഗം ഡോക്ടറെ കാണിക്കാൻ വേറൊരു ആശുപത്രിയിലേക്ക് വന്നു. അപ്പോഴത്തേനും കൂട്ടുകാരനെത്തുകയും അവിടുന്ന് ആ അസ്ഥി വിഭാഗത്തിൽ കൊണ്ട് കാണിച്ച് ഒരു ചെറിയ പൊട്ട്, ഒരു സ്പാർക്ക് പോലത്തെ പൊട്ടൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ബൈക്കുകൾക്ക് രണ്ടും പറ്റിയത് 8,000 രൂപയും അങ്ങനെ ഒരേ വലിയ തുകകളുടെ അപകടം ഇതാണ് പറ്റിയത്. പക്ഷേ എൻ്റെ മോൻ്റെ കാലിന് ചെറിയ രീതിയിലാണ്. അപ്പോൾ എൻ്റെ മോൻ അടുത്ത് വരാറായപ്പോഴാണ് ഞങ്ങളെ അറിയിച്ചത്. മോളെ വിളിച്ച് പറഞ്ഞു, മോളോട് പറഞ്ഞ് എൻ്റെ കാലിന് ഇങ്ങനെ ഒരു അപകടം പറ്റി, ഞാൻ വീട്ടിൽ അടുത്തെത്താറായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അന്നേരം ഞങ്ങൾ അങ്ങനെ അവന് വിസ കിട്ടാൻ ഇത്തിരി വൈകി. കഴിഞ്ഞ മാസങ്ങളിൽ അവനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ വിസ കിട്ടാൻ വൈകിയതിൻ്റെ പുറത്ത് കൊച്ചിന് പോകേണ്ടതിൻ്റെ അടുത്ത ഡേറ്റിൽ തന്നെയാണ് വിസ കിട്ടിയത്. അതുകൊണ്ട് അവനോട് വരാൻ പറ്റിയില്ല, കാലിന് ഒരു കുഴപ്പവും വരാതിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 26-ാം തീയതി അവൻ ജോലിക്ക് പോയി, അവിടെ ജോലിയിൽ പ്രവേശിച്ചു. രണ്ടാമത് ഞങ്ങൾക്ക് ഒരു ജപ്തിയുടെ പ്രശ്നമുണ്ടായിരുന്നു. വീടും സ്ഥലവും ജപ്തിയിലായിരുന്നു. അത് ജപ്തി ചെയ്ത് പോകാതെ ഈ മാതാവിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ അത് ഞങ്ങൾ നേടിത്തന്നു. പിന്നെ എൻ്റെ ശരീരത്തിന് ഭയങ്കര നീരും പനിയും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഏത് മരുന്ന് കഴിച്ചാലും ശരീരം മൊത്തം നീര്, അതിനോട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ നീര് ശരീരത്തിന് പറ്റിപ്പോകുവാനും എൻ്റെ അസുഖങ്ങൾ മാറിക്കിടാൻ, കാലെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു, അതും മാറിക്കിട്ടി. അതുപോലെ തന്നെ ഈ ഉടമ്പടി വസ്തുവും തൈലവും, എൻ്റെ ഭർത്താവ് സൗദിയിൽ ബിസിനസ്സാണ്, അത് അവിടെ ആകെ പരാജയത്തിലായിരിക്കുന്ന അവസ്ഥ ഇവിടെ കഴിഞ്ഞ മാസം വന്നിരുന്നു. ഞാനത് കൊടുത്തു വിടുകയും അതവിടെ തൂളുകയും തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചിലവരുമായി അവർ കടയിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കുവാനും അല്പം പുരോഗതിയിലേക്ക് വരുവാനും ഇടയായി. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് മുഖാന്തരം മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ഈ ജോലി തന്നത് തന്നെ മാതാവിൻ്റെ ഒരു ഈശോയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം അന്നു മുതൽ ഞങ്ങളുടെ കൂടെ ഈശോയും അമ്മയും ഉള്ള ഒരു അനുഭവമാണ് എല്ലാ കാര്യത്തിലും ഉള്ളത് എന്ന് ഞാൻ തുറന്നു പറയുന്നു. എൻ്റെ പേര് ജോസ് ജോർജ്. ഞാൻ പാലാരൂപതയിൽ നിന്ന് വരുന്നു. 2022 എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2019 എനിക്ക് വന്ന ഒരു അസുഖം നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2019 ഡിസംബർ മാസത്തിൽ ഞാനിപ്പോൾ പള്ളിയിൽ കൈക്കാരനായിരുന്നു. അപ്പോൾ കൈക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴത്തേനും കല്ലറ പണിയുന്ന ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലറ പണിതുകൊണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാനും അവരുടെ കൂടെ കൂടി ഓരോ സാധനം എടുക്കാനും പിടിക്കാനും ഒക്കെ കൂടുതൽ കാരണം ഈ വെള്ളം കുടിക്കുക വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണെന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഛർദിയും പനിയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ആഹാരം കഴിക്കാൻ വയ്യാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും നിങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ജോണ്ടീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജോണ്ടീസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തമാണല്ലോ. അപ്പോൾ ഇവിടെ അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞു. അഡ്മിറ്റാക്കി 2 ദിവസം അവിടെ കിടന്നു. 2 ദിവസം കിടന്നു കഴിഞ്ഞപ്പം ഇത് ബ്ലൂറൂബിൻ്റെ അളവ് ബ്ലഡിൽ അങ്ങ് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം വരുമ്പോഴും 2, 3, 4 ഒക്കെ അങ്ങ് കൂടി അതങ്ങ് 8 ഒക്കെ ആയപ്പോഴത്തേന് എൻ്റെ അനിയൻ വന്ന് പറഞ്ഞു, നമ്മുടെ കിടക്കണ്ട പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ്ട്രോ എൻട്രോളജി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരെ എന്നെ ഇവിടെ അഡ്മിറ്റാക്കി. 2-3 ദിവസം അവിടെ കിടന്നു. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ കിടക്കണ്ട, നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കോട്ടയത്തേക്ക് പോകോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങോട്ട്? കോട്ടയത്തോട്ട്. എന്നാൽ മെഡിക്കൽ കോളേജിൽ പോവുക അല്ലെങ്കിൽ കാരിത്താസിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ കാരിത്താസിലേക്ക് എന്നെ പോകാനുള്ള അവിടെ ചാർട്ടൊക്കെ എഴുതി എൻ്റെ തന്നു. അപ്പോൾ ഞങ്ങളതുകൊണ്ട് കാരിത്താസിൽ ചെന്നു. അവിടെ ഒരാഴ്ചയോളം കിടന്നു. അവിടെ ചെന്നപ്പോൾ ഇത് തന്നെ പറയുന്നു, നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, അത് വളരെ മാരകമായ ഒരു അസുഖമാണ്, കരളിൻ്റെ ഫങ്ഷൻസൊക്കെ വളരെ വീക്കാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരെന്നോട് ഓരോ ദിവസവും വന്ന് ബ്ലഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും, ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിശദമായ പരിശോധന കാര്യങ്ങളല്ല. ആ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് എന്നിട്ട് തന്നെ ഇരിക്കാൻ മേല, കിടക്കാൻ മേല, എൻ്റെ മസിൽസിനെല്ലാം ഭയങ്കര വേദനയായി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡോക്ടർമാർ വന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും.
അവരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഉണപ്പൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോവും. അത് കഴിഞ്ഞ് അന്നേരമാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തോളാം, അസുഖം ഭേദമായാൽ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് നേർച്ച നേരുന്നതും. അന്ന് വൈകുന്നേരം തന്നെ വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ബിലിറൂബിൻ കുറയാൻ തുടങ്ങി കേട്ടോ, ഇനി ഏതാ 8ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ, എനിക്ക് 16-17 വരെ ആയിരുന്നു ബിലിറൂബിന്, അത് 8ലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെ 2-3 ദിവസം കൂടെ കിടന്നു. അപ്പോഴത്തേനും ബിലിറൂബിൻ്റെ അളവ് 8ലേക്ക് വന്നു.